ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ ഇന്ദ്രപ്രസ്ഥത്തിൽ അതിനിർണായകവും ചടുലവുമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ബി.ജെ.പി. തങ്ങളുടെ മുഴുവൻ എംപിമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി എംപിയും തിങ്കളാഴ്ചത്തെ തൃശൂരിലെ പരിപാടികളെല്ലാം ഒഴിവാക്കി അടിയന്തരമായി ഡൽഹിക്ക് തിരിച്ചു. ഉടനടി ഡൽഹിയിലെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിനാൽ മുഴുവൻ പരിപാടികളും റദ്ദാക്കി ഡൽഹിക്ക് പോകുന്നു എന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത്. തൃശൂരിലെ ഓണാഘോഷത്തിലും പുലിക്കളിയിലുമൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട സുരേഷ് ഗോപി അടിയന്തരമായി ഡൽഹിയിലേക്ക് പോയത് എന്തിനാകുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും അവിടെ നടക്കുന്ന അന്തർനാടകങ്ങളും വിലയിരുത്തേണ്ടത്. കണക്കിലെ കളികൾ വെച്ച് നോക്കിയാൽ NDA അനായാസം വിജയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. NDA ബ്ലോക്കിലെ അംഗങ്ങളുടെ എണ്ണം വെച്ച് സുഗമമായി തെരഞ്ഞെടുപ്പ് വിജയിക്കാമായിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്തൊക്കെയോ അന്തർനാടകങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ വല്ല അടിയൊഴുക്കും സംഭവിച്ചാൽ NDAക്ക് അത് വലിയ ക്ഷീണമാകും. ഈ ഘട്ടത്തിലാണ് മുഴുവൻ BJP എംപിമാരെയും മോദിയും അമിത്ഷായും ചേർന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. NDA ബ്ലോക്കിലെ ഒരേ ഒരു കക്ഷി കളം മാറി ചവിട്ടിയാൽ പോലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് BJPയെ കയ്പുനീർ കുടിപ്പിക്കും. അങ്ങനെ ഇല്ലാതിരിക്കാനാണ് BJP എംപിമാരെ വിളിച്ചു വരുത്തുന്നതും NDA എംപിമാർക്കായി ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുള്ളതും. അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് പിന്തുണ ഉറപ്പിക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് സാരം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന അന്തർനാടകങ്ങൾ അറിയാൻ ആദ്യം തെരഞ്ഞെടുപ്പിന്റെ ചിട്ടവട്ടങ്ങളും വോട്ട് നിലയും അറിയണം. ലോക്സഭയിലും രാജ്യസഭയിലുമായി ഒഴിവുകൾ മാറ്റി നിർത്തിയാൽ ഇലക്ടറൽ കോളേജിൽ ആകെ 781 വോട്ടുകളുണ്ട്. ലോക്സഭയിൽ 542ഉം രാജ്യസഭയിൽ 239 വോട്ടുകൾ. ഇതിൽ NDAക്ക് ലോക്സഭയിൽ 293ഉം രാജ്യസഭയിൽ 130ഉം അടക്കം ആകെ 423 അംഗങ്ങൾ. ഇന്ത്യ മുന്നണിക്കാകട്ടെ ലോക്സഭയിൽ 233ഉം രാജ്യസഭയിൽ 89ഉം അടക്കം 322 വോട്ടുകളും. ഈ അംഗബലം വെച്ച് ഇന്ത്യ മുന്നണിക്ക് ജയിക്കാനാകുമോ? ഇല്ല എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം. ഇനി അങ്ങും ഇങ്ങും തൊടാത്ത ചിലർ കൂടിയുണ്ട് പാർലമെന്റിൽ. ബിജു ജനതാദളും അകാലിദളും അടക്കം 36 അംഗങ്ങൾ. നിലവിൽ BJPയുമായും NDAയുമായും താല്പര്യമില്ലാത്ത ഇവരും കൂടെ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നാലും ഇന്ത്യ മുന്നണിയുടെ അംഗബലം 358. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ NDAയിൽ നിന്ന് ഒരു 17 വോട്ട് ചോർന്നാലും സംഗതി ചക്ക കുഴയുന്നത് പോലെ കുഴയും. പിന്നെ എത്ര വിചാരിച്ചാലും എളുപ്പമാകില്ല NDAക്ക് കാര്യങ്ങൾ. അങ്ങനെ ഒരു ചോർച്ച NDAയിൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല എന്ന് ഉറപ്പു പറയാനാകില്ല. അതായത് ലോക്സഭയിൽ 16ഉം രാജ്യസഭയിൽ 7ഉം അംഗങ്ങളുള്ള തെലുങ്ക് ദേശത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്ത് തന്നെ വിലപേശൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും കരുത്തുള്ള നേതാവായ ചന്ദ്രബാബു നായിഡുവിന് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കൂടെ കൂട്ടുന്ന സഖ്യകക്ഷികളെയൊക്കെ BJP വിഴുങ്ങിയ ചരിത്രം നായിഡുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ചില പുനർവിചിന്തനങ്ങൾക്ക് നായിഡു തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. മറ്റെന്തിനുമുപരി സ്വന്തം പാർട്ടി നിലനിൽപ്പിനപ്പുറം മറ്റൊന്നുണ്ടാവില്ലല്ലോ. അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ ജയിൽ ശിക്ഷ അനുഭവിച്ച അധികാരികളെ അയോഗ്യരാക്കുന്ന നിയമം നടപ്പിലാക്കിയാൽ BJP തനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമോ എന്ന് നായിഡുവിന് ഭയമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നായിഡു NDA വിട്ടാൽ അത് മോദിയുടെ പ്രധാനമന്ത്രി കസേരയുടെ അടിവേര് വരെ ഇളകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മറ്റു ചില നീക്കങ്ങൾ NDAയും നടത്തുന്നുണ്ട്. 2 ദക്ഷിണേന്ത്യക്കാർ തമ്മിലാണ് നാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള മത്സരം. NDA സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും പ്രതിപക്ഷ സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയും. കക്ഷി നേതാക്കളെയും എംപിമാരെയും നേരിൽ കണ്ട് ഇവർ പിന്തുണ തേടിയിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം CP രാധാകൃഷ്ണന് വ്യക്തമായ മേൽക്കൈയുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്ക് നടന്നാൽ കാര്യങ്ങൾ മാറിമറിയും. തെലുങ്ക് അതിവൈകാരികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചന്ദ്രബാബു നായിഡുവും YSR കോൺഗ്രസും അടക്കമുള്ളവരെ മറുകണ്ഠം ചാടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ സഖ്യം തെലുങ്കനായ ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയത്. തെലുങ്കനായ ഒരു ഉപരാഷ്ട്രപതി വരട്ടെ എന്ന വൈകാരികതയ്ക്ക് ചന്ദ്രബാബു നായിഡു പരിഗണന കൊടുത്താൽ കാര്യങ്ങൾ ആകെ അവതാളത്തിലാകും. അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡി. 7 അംഗങ്ങളുള്ള BJD, 4 അംഗങ്ങളുള്ള BRS, ഓരോ അംഗങ്ങൾ വീതമുള്ള അകാലിദൾ അടക്കം
3 പാർട്ടികൾ 3 സ്വതന്ത്രന്മാർ എന്നിവർ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കുമെന്ന് അസദുദ്ദീൻ ഒവൈസി അറിയിച്ചിട്ടുണ്ട്. കശ്മീരിലെ ബാരാമുളയിൽ നിന്ന് ലോക്സഭയിലെത്തിയ എഞ്ചിനീയർ റാഷിദ് എന്ന ഷെയ്ഖ് അബ്ദുൾ റാഷിദിന് വോട്ട് ചെയ്യാൻ കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഏറെ മോഹിക്കുന്ന തമിഴ്നാട്ടിൽ വേരോട്ടം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യകക്ഷിയായി സർക്കാർ. ഇങ്ങനെയുള്ള മോഹങ്ങളുമായാണ് BJP തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. ദ്രാവിഡ മക്കളെയും RSSനെയും ഒരുപോലെ സന്തോഷിപ്പിക്കാം. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷിയാണ് BJPയുടെ കണക്കുകൂട്ടൽ. NDA പക്ഷത്ത് ആരും കൂറുമാറിയിട്ടില്ല എങ്കിൽ രാധാകൃഷ്ണന് ജയമുറപ്പാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം 2002 ഭൈറോൺ സിംഗ് ഷെഖാവത്തിന് ലഭിച്ച 149 വോട്ടാണ്. ആരും മാറി വോട്ട് ചെയ്തില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരിക്കും ഇത്തവണ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ 4 എണ്ണം മാത്രമേ മത്സരമില്ലാതെ വിജയിച്ച ചരിത്രമുള്ളൂ. 1952 മുതൽ 1962 വരെ 2 തവണ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ S രാധാകൃഷ്ണൻ 2 തെരഞ്ഞെടുപ്പുകളിലും മത്സരമില്ലാതെ വിജയിക്കുകയായിരുന്നു. 1979 മുഹമ്മദ് ഹിദായത്തുള്ളയും 1987 ശങ്കർ ദയാൽ ശർമ്മയും എതിരില്ലാതെ വിജയിച്ചിട്ടുണ്ട്. 1992 അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സാധുവായതായി കണ്ടെത്തിയ 701 വോട്ടുകളിൽ 700 വോട്ടുകൾ KR നാരായണൻ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എതിരാളിയായ ധർത്തി പകാത് എന്നറിയപ്പെടുന്ന കാക്ക ജോഗീന്ദർ സിംഗിന് 1 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. 2007 മാത്രമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരാട്ടം നടന്നത്. അന്ന് UPA സ്ഥാനാർത്ഥി ഹമീദ് അൻസാരി, NDA സ്ഥാനാർത്ഥി നജ്മ ഹെപ്തുള്ളയ്ക്കും 3ാം മുന്നണി സ്ഥാനാർത്ഥി റഷീദ് മസൂദിനും എതിരെ മത്സരിച്ചു. ആകെയുള്ള 790 വോട്ടർമാരിൽ 762 പേർ വോട്ട് ചെയ്യുകയും അസാധുവായ 10 എണ്ണം ഒഴികെ സാധുവായ 752 വോട്ടുകളിൽ 455 വോട്ടുകൾ നേടി അൻസാരി ഉപരാഷ്ട്രപതിയാകുകയും ചെയ്തുവെന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ നാളെ എന്ത് സംഭവിക്കും? ഇന്ദ്രപ്രസ്ഥത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? മോദി സർക്കാരിന്റെ കസേരയ്ക്ക് കുലുക്കം സംഭവിക്കുമോ? എന്നാൽ NDAക്ക് വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിക്കുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് നമുക്കും കാത്തിരുന്ന് കാണാം.